ഹലോ എവരിവൺ. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്ഫോമർ അറ്റ് നോ ലോഡ്. ഓക്കെ, ഐഡിയൽ ട്രാൻസ്ഫോമർ അറ്റ് നോ ലോഡ്, അതേപോലെ തന്നെ പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ അറ്റ് നോ ലോഡ്, അതിനെക്കുറിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറിച്ചും, പിന്നെ പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ അറ്റ് ലോഡഡ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ട്രാൻസ്ഫോമറിൻ്റെ വർക്കിങ്ങും കൺസ്ട്രക്ഷനും അതേപോലെ തന്നെ അതിൻ്റെ EMF ഇക്വേഷനും എല്ലാം ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഐഡിയൽ ട്രാൻസ്ഫോമർ. ഓക്കെ, എന്താണ് ഐഡിയൽ ട്രാൻസ്ഫോമർ ഉദ്ദേശിക്കുന്നത്? ഐഡിയൽ ട്രാൻസ്ഫോമറിന് 100% എഫിഷ്യൻസി ആവും. അതായത് ഇൻപുട്ട്, ഞാൻ പറഞ്ഞു ട്രാൻസ്ഫോമർ ഇസ് എ കോൺസ്റ്റന്റ് പവർ ഡിവൈസ് എന്ന് പറഞ്ഞു. നമ്മൾ ഇൻപുട്ട് പവർ കൊടുത്തു, ഇൻപുട്ടത്തെ പവർ തന്നെയാവും ഔട്ട്പുട്ടത്തെ പവർ, അവിടെ ഒരു പവർ ലോസ് ഉണ്ടാവില്ല. പക്ഷെ പ്രാക്ടിക്കൽ കേസിൽ എന്തായാലും ചെറിയൊരു പവർ ലോസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഐഡിയലിന്റെ കേസിൽ ഒരു പവർ ലോസ് ഉണ്ടാവില്ല. അതാണ് അതിന്റെ മെയിൻ ഒരു പ്രോപ്പർട്ടി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നോക്കാം, ഇൻഫൈനൈറ്റ് പെർമിബിലിറ്റി. എന്താണ് ഇൻഫൈനൈറ്റ് പെർമിബിലിറ്റി? പെർമിബിലിറ്റി പറഞ്ഞാൽ എന്താ? പെർമിബിലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റ് ഫ്ലക്സിനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്? പെർമിബിലിറ്റി. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ട്രാൻസ്ഫോമറിൽ കോർ ഉണ്ടെന്ന് അറിയാം. അതേപോലെ തന്നെ ആ കോറിലാണ് പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും എന്ത് ചെയ്യുന്നുണ്ടാവുക? ബൗണ്ട് ചെയ്തിട്ടുണ്ടാവുക എന്ന് അറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പ്രൈമറി വൈൻഡിങ്ങിൽ സപ്ലൈ കൊടുത്തു, V1 പറഞ്ഞു സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫ്ലക്സ് ഉണ്ടാവും. ഈ ഫ്ലക്സ് മൊത്തം ഈ കോറിൽ കൂടെ ട്രാവൽ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? ഈ സെക്കൻഡറി കോയിലേക്ക് എത്തുക, സെക്കൻഡറി വൈൻഡിങ്ങിലേക്ക് എത്തുക. അപ്പോൾ പെർമിബിലിറ്റി പറയുമ്പോൾ ഈ കോറിന് മാക്സിമം ഫ്ലക്സ് അട്രാക്ട് ചെയ്യാനുള്ള പ്രോപ്പർട്ടി. ഒരു ഫ്ലക്സ് പോലും ലീക്ക് ആവാതെ ഫുൾ ഫ്ലക്സ് എന്ത് ചെയ്യും? ഈ കോർ വഴി സെക്കൻഡറിയിലേക്ക് എത്തും. ഓക്കെ, ലീക്കേജ് ഫ്ലക്സ് ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് സീറോ ബൈൻഡിങ് റെസിസ്റ്റൻസ്, നോ വോൾട്ടേജ് ഡ്രോപ്പ് ആൻഡ് കോപ്പർ ലോസ്. എന്താണ് സീറോ വൈൻഡിങ് റെസിസ്റ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ? നമുക്കറിയാം വൈൻഡിങ് എന്തുണ്ട്? കോപ്പറാണ്. വൈൻഡിങ് കോപ്പർ കൊണ്ട് ഉണ്ടാക്കിയത്. അത് പിന്നെ അലുമിനിയം. ഓക്കെ, മോസ്റ്റ്ലി കോപ്പർ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുക. കാരണം കോപ്പറിന് ഹൈ കണ്ടക്ടിവിറ്റിയാണ്, റെസിസ്റ്റൻസ് കുറവാണ്. ഓക്കെ, പക്ഷെ കോസ്റ്റ് കൂടുതലാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ കോപ്പറിന് എന്നാലും നമ്മുടെ പ്രാക്ടിക്കൽ കേസിൽ ചെറിയൊരു വൈൻഡിങ്ങിന് ലോസ് ഉണ്ടാവും. ഓക്കെ, കറണ്ടിനനുസരിച്ച് അത് ലോസ് കൂടും ചെയ്യും റെസിസ്റ്റൻസ് കാരണം. അപ്പോൾ സീറോ വൈൻഡിങ് റെസിസ്റ്റൻസ് ആണ്. ഐഡിയൽ ട്രാൻസ്ഫോമറിന് റെസിസ്റ്റൻസേ ഉണ്ടാവില്ല. ഓക്കെ, ഒരു റെസിസ്റ്റൻസും ഉണ്ടാവാതെ എന്താണോ ഇൻപുട്ടിൽ കൊടുക്കുന്ന കറണ്ട് അത് മൊത്തം ഫ്ലക്സിന് വേണ്ടി മാത്രം ചിലവാകുന്നു. ഓക്കെ, ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്യുവർ ഇൻഡക്ടർ ആവും ഈ പ്രൈമറി കോയിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു കോപ്പർ ലോസും ഡ്രോപ്പ് ഒന്നും ഉണ്ടാവില്ല വോൾട്ടേജ്. നമ്മൾ V1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ E1 അതേപോലെ തന്നെ എത്രയാണോ V1 കൊടുക്കുന്നത് അത്രയും E1 ഉണ്ടാവും എന്നാണ് പറയുന്നത്. പക്ഷെ പ്രാക്ടിക്കൽ കേസിൽ അങ്ങനെയല്ല, കുറച്ച് ലോസസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഐഡിയൽ കേസിൽ V1 എത്ര 230 കൊടുത്തു കഴിഞ്ഞാൽ E1 അതേപോലെ 230 ഇൻഡ്യൂസ് ചെയ്യും. കാരണം ഒരു ലോസും ഇല്ല, റെസിസ്റ്റൻസ് ഒന്നുമില്ല. സെക്കൻഡറിയിൽ അതേപോലെ തന്നെ. അതുപോലെ സീറോ ലീക്കേജ് ഫ്ലക്സ്, സെയിം ഫ്ലക്സ് ലിങ്ക്സ് വിത്ത് ബോത്ത് വൈൻഡിങ്സ്. അതായത് സീറോ ലീക്കേജ് ഫ്ലക്സ് ഒന്നും എന്ത് ചെയ്യില്ല, ലീക്കായി പോവില്ല. ഫുള്ള് ഫ്ലക്സ് എന്ത് ചെയ്യാണ്? ഈ കോറ് വഴി പോവുകയാണ് സെക്കൻഡറിയിലേക്ക്. ഓക്കെ, അതൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് സീറോ അയൺ ലോസ് ഈ എഡി കറണ്ടും ഹിസ്റ്ററിസിസ് ലോസസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ട് എന്താണ് ഈ ലോസുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് 100% എഫിഷ്യൻസി ഉള്ള ഒരു ഇതാണ് ട്രാൻസ്ഫോമർ. ഓക്കെ, 100% എഫിഷ്യൻസി. നമുക്കറിയാം ഒരു മെഷീൻ ഒരിക്കലും 100% എഫിഷ്യൻസി കിട്ടില്ല. പക്ഷെ ഐഡിയൽ കേസിൽ ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി പറഞ്ഞാൽ 100% ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം പ്രൈമറി ഇൻഡ്യൂസ്ഡ് EMF E1 I1 cos phi. സോറി, ഇവിടെ ഒരു phi ഉണ്ട്, ജസ്റ്റ് മിനിറ്റ്. നമുക്കറിയാം E1 I1 പ്രൈമറി ഇൻഡ്യൂസ്ഡ് EMFും പ്രൈമറി കറണ്ടും കോസ് phi. ഇൻപുട്ട് പവർ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ. അതാണ് മനസ്സിലാക്കേണ്ടത്. E2 I2 cos phi. ഓക്കെ, ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും എന്താണ്? ഈക്വൽ ആണ്. എത്രയാണ് ഇൻപുട്ട് പവർ കൊടുക്കുന്നത് അത്രയും ഔട്ട്പുട്ട് പവർ നമുക്ക് കിട്ടും. 100% എഫിഷ്യൻസി ആണെന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഫേസർ ഡയഗ്രാം നോക്കാം. ഇതാണ് ഇതിന്റെ ഫേസർ ഡയഗ്രാം. ഫേസർ ഡയഗ്രാം നോക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ട്രാൻസ്ഫോമറിൽ നമ്മൾ V1 ഇൻപുട്ട് സപ്ലൈ കൊടുക്കുന്നുണ്ട്. V1 ആണ് എന്ത്? ഇൻപുട്ട് സപ്ലൈ. അപ്പോൾ ഈ V1 കാരണമാണ് E1 ഉണ്ടാവുന്നേ പറഞ്ഞു. ഓക്കെ, അപ്പോൾ E1 പറഞ്ഞത് ഈ V1 നേരെ ഒപ്പോസിങ് ആയിരിക്കും. നമുക്കറിയാം സെൽഫ് ഇൻഡക്ഷൻ പറഞ്ഞാൽ എന്താണ്? നമ്മൾ കോയിൽ സപ്ലൈ കൊടുക്കുമ്പോൾ ഒരു EMF ഉണ്ടാവും. ആ EMF എന്ത് ചെയ്യും? നമ്മൾ സപ്ലൈനെ എന്ത് ചെയ്യും? ഒപ്പോസ് ചെയ്യും, സപ്ലൈനെ ഒപ്പോസ് ചെയ്യും. അപ്പോൾ എന്താണ്? ഈ V1 നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്നുണ്ടാവുക. E1ഉം അതുപോലെ E2 അതേപോലെ തന്നെ ഉണ്ടാവുക. കാരണം അത് മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് EMF ആണ്. അതും ഈ പ്രൈമറി വോൾട്ടേജ്, പ്രൈമറി സപ്ലൈ വോൾട്ടേജിന് നേരെ ഒപ്പോസിങ് ആയിരിക്കും. ഓക്കെ, അതാണ് ഇത് പറയുന്നത്. ആൻഡ്
മാഗ്നറ്റൈസിങ് കറണ്ട്, അതായത് കറണ്ട് പോകുന്നുണ്ട്. ഓക്കെ, ഇത് മാഗ്നറ്റൈസിങ് കറണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോയിലിനെ മാഗ്നറ്റൈസ് ആവാൻ വേണ്ടി, മാഗ്നറ്റ് ആവാൻ വേണ്ടി, ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട കറണ്ട് ആണ് എന്ത്, മാഗ്നറ്റൈസിങ് കറണ്ട്. ഇതൊരു പ്യുവർ ഇൻഡക്ടർ ആയതുകൊണ്ട് എന്താണ് ഇത് 90 ഡിഗ്രി ലാഗ് ആയിരിക്കും വോൾട്ടേജിന്. നമുക്കറിയാം പ്യുവർ ഇൻഡക്ടറിൽ വോൾട്ടേജിന് 90 ഡിഗ്രി ലാഗ് ആവുമെന്നുണ്ടാവുക കറണ്ട്, അത് ഓക്കെ. അപ്പോൾ കറണ്ട് വോൾട്ടേജിന് 90 ഡിഗ്രി ലാഗ് ആയിരിക്കും എന്നുണ്ടാവുക ഐ മാഗ്നറ്റൈസിങ് കറണ്ട്. ഓക്കെ, IM എന്ന് നമുക്ക് പറയാം ഷോർട്ട് ഫോം ആയിട്ട്. ഈ IM കാരണമാണ് എന്തുണ്ടാവുന്നത്, ഫ്ലക്സ് ഉണ്ടാവുന്നത്. ഓക്കെ, ഈ IM കാരണമാണ് ഫ്ലക്സ് ഉണ്ടാവുന്നത്, ഫൈം പറഞ്ഞ ഫ്ലക്സ് ഉണ്ടാവുന്നത്. ആ ഫ്ലക്സ് എന്താവും, ഇൻ ഫേസ് ആവും. ഓക്കെ, ഇൻ ഫേസ് ആയിരിക്കും, കറണ്ടിന് ഇൻ ഫേസ് ആയിരിക്കും എന്ത്, ഫ്ലക്സ് ആയ ഫൈം. ഇതാണ് ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ ഫേസ് ഡയഗ്രാം അറ്റ് നോ ലോഡ് കണ്ടീഷൻ. ഓക്കെ, നമുക്ക് ഇതിന്റെ വേവ് ഡയഗ്രാം നോക്കാം. വേവ് ഡയഗ്രാം എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിൽ എക്സ് ആക്സിസിൽ നമ്മൾ ടൈം കൊടുത്തിട്ട്, മീൻസ് ടൈം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വൈ ആക്സിസിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വോൾട്ടേജ്, കറണ്ട്, ഫ്ലക്സ്. ഓക്കെ, ഞാൻ പറഞ്ഞപ്പോൾ ഈ ഫേസ് ഡയഗ്രാമത്തിന്റെ പോലെയാണ് വേവ് ഡയഗ്രാം. നമുക്ക് നോക്കാം. ഇതിലെന്താണ്, ഇതാണ് വോൾട്ടേജ്. വോൾട്ടേജ് എന്താണ്, വോൾട്ടേജ് സൈൻ ആയതുകൊണ്ട്, സൈൻ വേവ് ആയതുകൊണ്ട് വോൾട്ടേജ് ഇങ്ങനെ പോകുന്നുണ്ട്. ആ വോൾട്ടേജിന് ലാഗ് 90 ഡിഗ്രി ലാഗ് ആയിട്ടാണ് എന്ത്, ഐ മാഗ് പോകുന്നത്, IM പോകുന്നത്. കണ്ടോ, ഈ വോൾട്ടേജിന് നേരെ 90 ഡിഗ്രി ലാഗ് ആയിട്ടാണ് എന്തിന്, ഈ IM പോകുന്നത്. അതേപോലെ തന്നെ ഈ IM അത് ഇൻഫേസ് ആയിട്ടാണ് 0 തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ 5M പോകുന്നത്. ഓക്കെ, അപ്പോൾ നോക്കി നോക്കി, ഈ വോൾട്ടേജിന് ലാഗ് ആയിട്ടില്ല, വോൾട്ടേജ് നേരത്തെ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ കറണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ്, ലാഗ് ആയിട്ടാണ് തുടങ്ങുന്നത്. അതാണ് ഈ വേവ് ഡയഗ്രത്തിൽ കാണിക്കുന്നത്. ഓക്കെ, അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇനി പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ, ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ കേസ് പറഞ്ഞു. ഇനി നമുക്കറിയാം നമ്മുടെ ട്രാൻസ്ഫോമറിലൊക്കെ പ്രാക്ടിക്കലാണ്, അതിന് ലോസസ് ഒക്കെ ഉണ്ടാവും. പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ എന്താണ്, നമ്മൾ നോ ലോഡിൽ നോക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കും. പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ നോ ലോഡിൽ, ഐഡിയൽ ട്രാൻസ്ഫോമർ നോ ലോഡിൽ ഒരു കറണ്ട് വലിച്ചില്ലെങ്കിലും പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയൊരു കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡ്രോ ചെയ്യുന്നുണ്ട്, സപ്ലൈ ചെയ്യുന്നത്. അത് എത്രയാണ്, 2 to 10% ആണ് റേറ്റഡ് വാല്യൂവിൻ്റെ 2 to 10% ആണ് ആ കറണ്ട് ഡ്രോ ചെയ്യുന്നത്. അതിന് നമുക്ക് I0 എന്ന് പറയാം. സോറി, ഓക്കെ. ബട്ട് I2 ഇവിടെ 0 ആണ്. നോക്കി നോക്കി, ഇവിടെ നമ്മൾ ലോഡ് കൊടുക്കുന്നില്ല, ലോഡ് കൊടുക്കാത്തതുകൊണ്ട് ഇവിടെ ഒരു കറണ്ടും പോകുന്നില്ല. ലോഡ് ഉണ്ടാകുമ്പോൾ മാത്രമേ I2 ഉണ്ടാവുള്ളൂ. പക്ഷേ I1 എന്താണ്, ചെറിയൊരു കറണ്ട് ഉണ്ടാവുന്നത്, പ്രൈമറി ആയിട്ട് ഒരു കറണ്ട് ചെറുതായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ I2 0 ആണ്. I0 പറഞ്ഞാൽ എന്താണ്, നോ ലോഡ് കറണ്ട്. നോ ലോഡ് കറണ്ട് പറഞ്ഞാൽ എന്താണ്, lags behind the voltage vector V1 by an angle angle phi called hysteresis angle for advance, which is less than 90 degree as shown in the angle of lag depends upon losses in the transformer. Okay, അപ്പോൾ ഇവിടെ എന്താണ്, നമുക്ക് ഈ ഡയഗ്രാം നോക്കാം. V1 ആണ് ഇതിൽ ഐഡിയൽ ട്രാൻസ്ഫോമർ. അതേ കേസാണ് V1 അതേ ഓപ്പോസിറ്റാണ് E1 ഉം E2 ഉണ്ടാവും. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് E1 E2 ഉണ്ടാവുന്നത്. പക്ഷേ V1 ചെറിയൊരു ആംഗിൾ ലാഗിലാണ് എന്ത് ഉണ്ടാവുന്നത്, നോ ലോഡ് കറണ്ടായ I0 ഉണ്ടാവുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് ലെസ് ദാൻ 90 ഡിഗ്രി ആണ്, പ്യുവർ ആയിട്ട് 90 ഡിഗ്രി ലാഗ് അല്ല, ജസ്റ്റ് ദാൻ 90 ഡിഗ്രി ആയിട്ടാണ് I0 ഉണ്ടാവുന്നത്. ആൻഡ് IW പറഞ്ഞാൽ എന്താണ്, കോർലോസ് കറണ്ട്. ഓക്കെ, കോർലോസ് കറണ്ട് ആണ്. IW എന്താണ്, ഇൻ ഫേസ് വിത്ത് അപ്ലൈ വോൾട്ടേജ് V1 എന്താണ്, ഇൻ ഫേസ് ആയിട്ടാണ് എന്തുണ്ടാവുക, IW ഉണ്ടാവുക. ഈ IW പറഞ്ഞാൽ കോർലോസ് കറണ്ട്, അതൊരു വർക്കിംഗ് കമ്പോണന്റ് അല്ലെങ്കിൽ ആക്റ്റീവ് കമ്പോണന്റ് ആണ്. ഇറ്റ് സപ്ലൈസ് ദ അയൺ ലോസ് ആൻഡ് സ്മോൾ പ്രൈമറി കോപ്പർ ലോസ്. അതായത് ഈ IW എന്ന് പറഞ്ഞ കറണ്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് അയൺ ലോസിന് വേണ്ടി, അയൺ ലോസ് ആയിട്ട് വേസ്റ്റ് ആയി പോവാണ് ഈ കറണ്ട്. ഓക്കെ, അയൺ ലോസിന് വേണ്ടിയിട്ട് ഡ്രോൺ ചെയ്യുന്ന കറണ്ടാണ് എന്ത്, IW. അതിന് നമ്മൾ ആക്റ്റീവ് കമ്പോണന്റ് എന്ന് പറയും. അതുപോലെ ചെറിയ കോപ്പർ ലോസിന് വേണ്ടിയിട്ടും ഈ കറണ്ട് ഡ്രോൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത കറണ്ടാണ് IM പറഞ്ഞാൽ മാഗ്നറ്റൈസിങ് കറണ്ട്. അതിന് IM അല്ലെങ്കിൽ IMAG എന്ന് പറയും. ഇറ്റ് ഇസ് എ ക്വാഡ്രേച്ചർ വിത്ത് അപ്ലൈഡ് വോൾട്ടേജ്. V1 is called reactive magnetizing component. It produces flux in the core and does not consume any power. ഓക്കെ, ഈ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്തിനാണ്, ഫ്ലക്സ്. ഞാൻ പറഞ്ഞു ഐഡിയൽ ട്രാൻസ്ഫോമറിൽ ഈ കറണ്ട് ഉണ്ടാവും, പക്ഷേ ആ കറണ്ട് ലോസസ് ഒന്നും ഉണ്ടാക്കുന്നില്ല. ഈ കറണ്ട് ലോസസ് ഒന്നും ഉണ്ടാക്കുന്നില്ല. ഇത് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു കറണ്ടാണ്. ഓക്കെ, ഈ ഫൈം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു കറണ്ടാണ് മാഗ്നറ്റൈസിങ് കറണ്ട്. അതുകൊണ്ട് മാഗ്നറ്റൈസിങ് കറണ്ട് എന്ന് പറയുന്നത്. പക്ഷേ IW അങ്ങനെയല്ല, അത് കോർലോസ് കമ്പോണന്റ്, കോർലോസ് കറണ്ടും ചെറിയ കോപ്പർ ലോസും വേണ്ടി ഡ്രോൺ ചെയ്യുന്ന കറണ്ടാണ്. ഓക്കെ, അപ്പോൾ ബേസിക്കലി I0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IW-ൻ്റെയും മാഗ്നറ്റൈസിൻ്റെയും റിസൾട്ടന്റ് വെക്ടർ ആണ് എന്ത്, I0. ഓക്കെ, അത് ഈ വേവ് ഡയഗ്രത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതായി നോക്കിയേ, V1 അതേപോലെ പോകുന്നുണ്ട്. V1 ലാഗ്സ് ആയിട്ടാണ് എന്ത്, മാഗ്നറ്റൈസിങ് കറണ്ട് പോകുന്നത്. അത് ഇൻ ഫേസ് ആയിട്ട് തന്നെയാണ് നമ്മുടെ 5M പോകുന്നത്. ഓക്കെ, അതാണ് രണ്ടും 0 സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുപോലെ രണ്ടും 2π അവസാനിച്ചു. പക്ഷെ ഇതിന്റെ ഇടയിൽ കണ്ടോ, ഇതിന്റെ ഇടയിൽ ഒരു കറണ്ട്, ഒരു ഫ്ലക്സ് കണ്ടില്ലേ, അതാണ് I0 പറഞ്ഞു കഴിഞ്ഞാൽ
പ്യുവർ ആയിട്ട് 90 ഡിഗ്രി അല്ല ലാഗ് ആവുന്നത്, ബിലോ 90 ഡിഗ്രി ആയതുകൊണ്ട് അത് കുറച്ച് V1 ലാഗ്സ് ആയിട്ടാണ് എന്ത് I നോട്ട് പോകുന്നത്. I നോട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ആ 90 ഡിഗ്രി എപ്പോഴും 90 ഡിഗ്രി ലെസ് ദാൻ ആവും, പക്ഷെ ആ ആംഗിൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ലോസിനനുസരിച്ചിരിക്കും. ലോസ് കൂടുതലാണെങ്കിലും ലോസ് കുറവാണെങ്കിലും ആ ആംഗിൾ എന്ത് ചെയ്യും, മാറും. ഓക്കെ, ഇനി ഇക്വലന്റ് സർക്യൂട്ട്. ഇക്വലന്റ് സർക്യൂട്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസ്ഫോമർ, ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ കേസിൽ എന്തുണ്ടാവില്ല, ഈ ഒരു ബ്രാഞ്ച് ഒന്നും ഉണ്ടാവില്ല. ഈ ഒരു കോയിൽ, ഈ പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം അവിടെ ഒരു ലോസസും ഇല്ല, ഐഡിയൽ ട്രാൻസ്ഫോമറിൽ ലോസസും ഇല്ല. പക്ഷേ പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമറിൽ ലോ ലോഡിൽ ചെറിയ ലോസസ് ഉണ്ടാവും, ട്രാൻസ്ഫോമർ ചെറിയ ലോസസ് ഉണ്ടാവും. അപ്പോൾ ആ ലോസസിനൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിനാ ഇക്വലന്റ് സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇക്വലന്റ് സർക്യൂട്ട് വഴി നമുക്ക് മനസ്സിലാവും ട്രാൻസ്ഫോമറിൽ എന്തൊക്കെ ലോസസ് ആണ് നോ ലോഡ് കണ്ടീഷനിൽ ഉണ്ടാവുന്നത്, ഏതൊക്കെ കറണ്ട് ആണ് അവിടെ ഡ്രോൺ ചെയ്യുന്ന, ആ ലോസ് മൊത്തം നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സെറ്റപ്പാണ് എന്ത്, ഇക്വലന്റ് സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സർക്യൂട്ട് കണ്ടാൽ മനസ്സിലാവും ഇവിടെ എന്താ നോ ലോഡിൽ എന്തൊക്കെ കാര്യത്തിന് വേണ്ടി ട്രാൻസ്ഫോമർ ലോസ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ അറിയാം I നോട്ട്. ഞാൻ പറഞ്ഞ I നോട്ട് ഈസ് ഈക്വൽ ടു IW പ്ലസ് വെക്ടർ സം ഓഫ് IW പ്ലസ് IM ആണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ വെച്ചാൽ I നോട്ട് ഇവിടെ നിന്ന് വരുന്നുണ്ട്, I നോട്ട് ഇവിടെ നിന്ന് സ്പ്ലിറ്റ് ആയിട്ട് IW അതുപോലെ IM ആയിട്ട് സ്പ്ലിറ്റ് ആയി പോകുന്നുണ്ട്. ഓക്കെ, എന്താണ് R നോട്ട്? R നോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കോർലോസ് റെസിസ്റ്റൻസ് ആണ് എന്ത്, R നോട്ട്. അതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇതിന് R നോട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ XC നോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റൈസിങ് റിയാക്റ്റൻസ്. ഓക്കെ, മാഗ്നറ്റൈസിങ് റിയാക്റ്റൻസ് ആണ് X നോട്ട്. ഓക്കെ, അപ്പോൾ ഈ R നോട്ടിന് വേണ്ടി R നോട്ട് കൂടെ പോകുന്ന കറണ്ട് ആണ് എന്ത്, IW. അതാണ് എന്ത്, കോർലോസ് കറണ്ട്. അതേപോലെ തന്നെ X0 കൂടെ പോകുന്ന കറണ്ട് ആണ് എന്ത്, മാഗ്നറ്റൈസിങ് കറണ്ട്, അതായത് IM. ഓക്കെ, ഇതൊക്കെയാണ് ഈക്വലന്റ് സർക്യൂട്ടിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് ഈക്വലന്റ് സർക്യൂട്ടിൽ ഈ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻസ് ഉണ്ട്. അതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്ന വർക്കിംഗ് കമ്പോണന്റ് ആയ IW. ഓക്കെ, IW കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് I നോട്ട് കോസ് ഫൈ നോട്ട് നമുക്ക് വേണമെങ്കിൽ ഫേസ് ഡയഗ്രം കിട്ടും. ഓക്കെ, ഇതിൽ കണ്ടില്ലേ IW ഉണ്ട്, I നോട്ട് ഉണ്ട്, IM ഉണ്ട്. നമുക്ക് IW ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ I നോട്ട് ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിൾ എന്ത് ചെയ്യും, ചെറുതാവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, കോസ് ഫൈ നോട്ട്, I നോട്ട് കോസ് ഫൈ നോട്ട് കിട്ടും. ഓക്കെ, അതുപോലെ ഈ ആംഗിൾ ഈ I നോട്ട് ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ഈ ഫൈ ആംഗിൾ എന്ത് ചെയ്യും, വലുതാവും, കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, സൈൻ ഫൈ നോട്ട് കിട്ടും. I നോട്ട് സൈൻ ഫൈ നോട്ട് കിട്ടും, IM. ഓക്കെ, നമുക്ക് ഈ ഫേസ് ഡയഗ്രത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കാം. അതിന് ഡിറൈവ് ചെയ്ത ഇക്വേഷൻസ് ആണ്. ഓക്കെ, വർക്കിംഗ് കമ്പോണന്റ് ആയ IW കണ്ടുപിടിക്കാൻ വേണ്ടി I നോട്ട് കോസ് ഫൈ നോട്ട്, അതുപോലെ മാഗ്നറ്റൈസിങ് കമ്പോണന്റ് ആയ കോസ് ഫൈ പറഞ്ഞാൽ പവർ ഫാക്ടർ ആണ്. അതുപോലെ മാഗ്നറ്റൈസിങ് കമ്പോണന്റ് ആയ IM കണ്ടുപിടിക്കാൻ വേണ്ടി I നോട്ട് സൈൻ ഫൈ നോട്ട്. ഓക്കെ, ഈ ഇക്വേഷൻസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, കാണാതെ പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേസ് ഡയഗ്രത്തിൽ നിന്ന് കിട്ടും. നോ ലോഡ് കറണ്ട് I നോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താണ് ഞാൻ പറഞ്ഞു, രണ്ടിന് സം ആണ്, വെക്ടർ സം ആണ്. അപ്പോൾ റൂട്ട് ഓഫ് AC റൂട്ട് ഓഫ് IW സ്ക്വയർ പ്ലസ് IM സ്ക്വയർ. ഓക്കെ, IMAX സ്ക്വയർ. ഓക്കെ, ഇത് രണ്ടിനും വെക്ടർ സം ആണ് I നോട്ട്, നോ ലോഡ് കറണ്ട്. ഇനി പവർ ഫാക്ടർ, പ്രൈമറി പവർ ഫാക്ടർ നോ ലോഡ്. പവർ ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി, IW ബൈ I നോട്ട് ചെയ്താൽ മതി. അത് നമുക്ക് ഈ ഫേസ് ഡയഗ്രത്തിൽ നിന്ന് കിട്ടും. ഇവിടെ നിന്ന് ചെയ്താൽ മതി. ഫൈ നോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് IW ബൈ I നോട്ട്, അതും കിട്ടി. പിന്നെ നോ ലോഡ് പവർ ഇൻപുട്ട് P0 is equal to V1 I നോട്ട് കോസ് 50. അപ്പോൾ ഇൻപുട്ട് പവർ. ഓക്കെ, അവിടെ ഞാൻ പറഞ്ഞു പവർ ലോസ് ഉണ്ടാവും. അപ്പോൾ ആ പവർ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കറിയാം VI കോസ് 5 ആണ് ഇക്വേഷൻ AC. അപ്പോൾ P നോട്ട് പറഞ്ഞാൽ നോ ലോഡ് പവർ ഔട്ട് ലോഡൊന്നും കൊടുക്കാത്ത ചെറിയൊരു പവർ ഉണ്ടല്ലോ, ആ പവർ V1 പ്രൈമറി വോൾട്ടേജ് ഇൻറ്റു I നോട്ട്, നോ ലോഡ് കറണ്ട് ഇൻറ്റു കോസ് 5 നോട്ട്. ഓക്കെ, ബേസിക്കലി ഈ P നോട്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ശരിക്കും ഒരു അയൺ ലോസ് ആണ്. ഓക്കെ, അയൺ ലോസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പവർ ആണ് എന്ത്, P നോട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ട്രാൻസ്ഫോമറൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നോ ലോഡ് കണ്ടീഷനിൽ ട്രാൻസ്ഫോമർ ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന പവർ എന്താണ് നമ്മൾ വാട്ടിമീറ്ററൊക്കെ വെച്ച് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം, വഴിക്ക് പറഞ്ഞുതരാം. അപ്പോൾ വാട്ടിമീറ്ററൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫോമർ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കിട്ടുന്ന ഒരു വാട്ടിമീറ്ററിൽ കിട്ടുന്ന പവർ എന്ന് പറഞ്ഞാൽ P നോട്ട്. ആ P നോട്ട് പറഞ്ഞാൽ അയൺ ലോസ് ആണ്. ഓക്കെ, അയൺ ലോസ് ആണ് പവർ. അപ്പോൾ ട്രാൻസ്ഫോമർ ലോ ലോഡിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പവർ അയൺ ലോസ് ആണ്. ബേസിക്കലി P നോട്ട് പറഞ്ഞാൽ അയൺ ലോസ് ആണ്. എക്സൈറ്റിംഗ് റെസിസ്റ്റൻസ് ഞാൻ പറഞ്ഞു, എക്സൈറ്റിംഗ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ കോർലോസ് റെസിസ്റ്റൻസ് പറയാം. ഇവിടെ എക്സൈറ്റിംഗ് റെസിസ്റ്റൻസ് പഠിച്ചാലും മതി. R നോട്ട് ഈസ് ഈക്വൽ ടു V1 ബൈ IW. അതായത് ഈ R നോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത് കൂടെ പോണ കറണ്ട്, ഇവിടുത്തെ സപ്ലൈ വോൾട്ടേജ് ബൈ ഇത് കൂടെ പോണ കറണ്ട്, ഇത് നമുക്ക് എന്ത് കിട്ടും, R നോട്ട് കിട്ടും. V1 ബൈ IW. നെക്സ്റ്റ് നോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത്, ഇത് കൂടാതെ അക്രോസുള്ള വോൾട്ടേജും അതേപോലെ ഇത് കൂടെ പോണ കറണ്ടായ IM V1 ബൈ IM ചെയ്താൽ നമുക്ക് X നോട്ടും കിട്ടും. ഓക്കെ, ഇനി ട്രാൻസ്ഫോമർ അറ്റ് നോ ലോഡ്. അപ്പോൾ ഇതൊക്കെയാണ് ട്രാൻസ്ഫോമർ എന്ത് ചെയ്യുക,
നോ ലോഡിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇതൊക്കെയാണ് ട്രാൻസ്ഫോമർ നോ ലോഡിലും അതുപോലെ തന്നെ ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ മനസ്സിലായത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ട്രാൻസ്ഫോമർ ലോഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കും എന്നാണ് നോക്കാൻ പോകുന്നത്. നെക്സ്റ്റ് പാർട്ടായിട്ട് ചെയ്യുന്ന എല്ലാം കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു.